ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിക്ക് മാർക്കോയെക്കുറിച്ച് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ദൈവം പോലെയാണ് അവൻ പ്രത്യക്ഷപ്പെട്ട ഗുണ്ടകളിൽ നിന്നും എന്നെ രക്ഷിച്ചതെന്നും മാർക്കോയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. സിദ്ധയായ അമ്മയെ പോലെ മാർക്കോയ്ക്കും എന്തോ ദൈവികത ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നെല്ലാം മഹി പറയുമ്പോൾ കണ്ണനും അത് ശരിവെക്കുന്നുണ്ട്. ഇതേസമയം പ്രതാപനാണെങ്കിൽ താൻ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ട ഗുണ്ടകൾ ഒടിവും ചതവുമായിട്ട് അവരെ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് കണ്ട് ഞെട്ടാണ്. ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, ഈ മണ്ഡലകാലത്ത് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ പ്രതാപൻ എന്ന് പറയുമ്പോൾ, ഇത്തവണ നമുക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതല്ലേ അമ്മയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, അവളുടെ കയ്യിൽ ആ അയ്യപ്പ വിഗ്രഹം ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്രതീക്ഷകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അവൾ അതിലെന്തോ ആവഹിച്ചു വെച്ചിട്ടുണ്ട്. ആ മാർക്കോ എന്ന് പറയുന്ന ഗുണ്ട തന്നെയായിരിക്കും അവന്മാർക്ക് കണക്കിന് കൊടുത്ത് ലക്ഷ്മിയെ രക്ഷപ്പെടുത്തിയത്. ഇനി അവനെങ്ങാനും ഇവിടെ കയറി വന്ന് തല്ലുവോ എന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും. ശേഷം കണ്ണൻ തോമസ് ഡോക്ടർ കണ്ണനായിട്ട് ഒരുക്കി വെച്ച് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നു. തുടർന്ന് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം കഴിഞ്ഞുവെന്നും കണ്ണനും മഹാലക്ഷ്മിക്കും ഇത് രണ്ടാം ജന്മമാണ്. ഇനി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം സാധിക്കും. നിങ്ങൾ രണ്ടു പേർക്കും ഉടനെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകാൻ കഴിയട്ടെ എന്നെല്ലാം ആശംസ അറിയിക്കുന്നുണ്ട് കേട്ടോ തോമസ് ഡോക്ടർ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 1.5 വർഷത്തോളം കണ്ണൻ്റെ ചികിത്സ തുടരേണ്ടി വരും. കണ്ണൻ്റെ കാലുകൾക്ക് ഇനി ഒരിക്കലും തളർച്ച സംഭവിക്കില്ല എന്ന് എനിക്ക് ബോധ്യം വരുന്നത് വരെ, അതുവരെ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം നിങ്ങൾ രണ്ടുപേരുടെയും ശത്രുക്കൾ അറിയരുത് എന്നും തോമസ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് കണ്ണനെയും താങ്ങി പിടിച്ച് മഹാലക്ഷ്മി അവിടെ നിന്നും പോവാണ് കേട്ടോ. ശേഷം മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മി ആരാണ് തട്ടിക്കൊണ്ട് പോയിട്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നറിയാനുള്ള ശ്രമത്തിലാണ്. മേഘൻ ഇപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹസത്തിന് ഇപ്പോൾ അവൻ മുതിരുമെന്ന് തോന്നുന്നില്ല. പിന്നെ കരുണയുടെ അച്ഛനായിരിക്കും മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ആളെ വിട്ടത്. ഇതിന് പിന്നിൽ ആരായാലും ഞാൻ അവരെ കണ്ടെത്തും ലോപ്പസേ. കണ്ണൻ സാറ് നടന്നു തുടങ്ങി എന്നുകൂടി ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ ഇരിക്കില്ല. എന്ത് ചെയ്തിട്ടായാലും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാനായിരിക്കും അവരുടെ ശ്രമം. അതുകൊണ്ട് ഇനി കൂടുതൽ കരുതിയിരിക്കണമെന്ന് മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട്. പിന്നീട് ഗുണ്ടകളെ കാണാനായിട്ട് പ്രതാപൻ അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. നിങ്ങളെ ആരാ ഈ കോലത്തിലാക്കിയതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, അന്ന് നിങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞില്ലേ, മാർക്കോ, അവൻ തന്നെയാണ് ഞങ്ങളെ ഇങ്ങനെ ജീവച്ഛവം പോലെ ആക്കിയത്. അവളെ കൊല്ലാൻ ഞങ്ങൾ തുടങ്ങിയതാണ്. ആ സമയത്താണ് അവൻ അവിടെ വന്നത് എന്നെല്ലാം ഗുണ്ടകൾ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. അപ്പോൾ ഗുണ്ടകൾ പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പ്രതാപൻ. ഇനി അവളുടെ ഭർത്താവ് എങ്ങാനും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങളെ തിരക്കി പോലീസ് വരും. അപ്പോൾ ഞങ്ങൾ നടന്നതെല്ലാം പറയും. ഇനി പോലീസിൻ്റെ കൂടി ഞങ്ങൾക്ക് താങ്ങാൻ വയ്യെന്നെല്ലാം ഗുണ്ടകൾ പറയുമ്പോൾ അത് കേട്ട് വീണ്ടും ഭയപ്പെടുന്നുണ്ട് കേട്ടോ പ്രതാപൻ. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങളെ ആരാണ് പറഞ്ഞു വിട്ടത്, ഞാനാണ് പറഞ്ഞു വിട്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പോലീസിനോട് പറയരുതെന്ന് പറയുമ്പോൾ, വേണ്ട സാറേ, ഇനി ഞങ്ങൾക്കൊരു ജില്ലി കാശ് വേണ്ട. പോലീസ് വരികയാണെങ്കിൽ മാത്രമല്ല, ആ മാർക്കോ വന്നാലും ഞങ്ങൾ നടന്നതല്ല, നിങ്ങളാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത് എന്നുള്ള കാര്യം തുറന്നു പറയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഗുണ്ടകൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. ശേഷം പ്രതാപൻ മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ സംശയിച്ചതൊക്കെ ശരിയാണമ്മേ. മാർക്കോ അവനാണ് ഇവന്മാരെ പഞ്ഞിക്കിട്ടത്. എന്തോ ഭാഗ്യത്തിന് അവന്മാരെ പറഞ്ഞു വിട്ടത് നമ്മളാണെന്ന് ആ മാർക്കോ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും അവനത് അറിയുമെന്ന് പ്രതാപൻ പറയുമ്പോൾ, ഇവന് എങ്ങനെ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു പ്രതാപ? ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ്, ആ മാർക്കോ ഏത് നിമിഷവും നമ്മളെ തേടി ഇവിടെ എത്തും എന്ന് പറയുമ്പോൾ അവൻ വേറെ ഒരു ഗുണ്ടയല്ലാമേ. മഹാലക്ഷ്മിയെ പോലെ പിശാച് കയറിയ ഒരു ജന്മമാണ് അവൻ്റേത് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും വല്ലാതെ തന്നെ പേടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തു കണ്ണനെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കണ്ണാ? കുറച്ച് ദിവസമായിട്ട് നിന്നെ വന്നൊന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നെല്ലാം അനന്തു പറയുമ്പോൾ, ദേ ഇത്രയും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അനന്തുവിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് കണ്ട് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അനന്തു. ഇനി കണ്ണേട്ടൻ നടന്ന് മല കയറും എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് തന്നെ കണ്ണയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അനന്തു. എനിക്കിപ്പോൾ സന്തോഷമായിടാ. ഇനി വേണം നിന്നെയും മഹാലക്ഷ്മിയൊക്കെ ഇല്ലാതാക്കാൻ നടക്കുന്നവർക്ക് മുൻപിൽ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കാൻ എന്നെല്ലാം അനന്തു പറയുമ്പോൾ, ഞാൻ നടന്നു തുടങ്ങിയ കാര്യം തൽക്കാലം ആരും അറിയേണ്ടെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത്. അത് ശരിയാണെന്ന് എനിക്കും ഇയാൾക്കും തോന്നി. 1.5 വർഷത്തോളം ഇവിടേക്ക് വീണ്ടും ചികിത്സയ്ക്ക് വരേണ്ടി വരൂ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, ഇനി നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചതെല്ലാം നടക്കും, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു വീണ്ടും കണ്ണനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം മാർക്കോ ഗുണ്ടകളെ തിരക്കി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോ ഒന്ന് വിരട്ടുമ്പോൾ തന്നെ പ്രതാപനാണ് എല്ലാത്തിനും പിന്നിൽ.
അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം മാർക്കോയോട് അവർ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് രക്തം തെളിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ മാർക്കോ നേരെ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പ്രതാപനെ ശരിക്കും പേടിപ്പിച്ച് വിടുന്നുണ്ട്. ഇനി കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ഉപദ്രവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പിന്നെ ഈ മാർക്കോ ആരാണെന്ന് നിങ്ങൾ രണ്ടുപേരും ശരിക്കറിയും. എങ്ങനെ നിവർന്നു നിൽക്കാനായിട്ട് ഈ കാലുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. ശേഷം കണ്ണനെ കാണാനായിട്ട് എത്തുകയാണ് മാർക്കോ. എന്നിട്ട് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് പ്രതാപനാണ് എന്നുള്ള ഒരു സത്യം കണ്ണനെയും മഹാലക്ഷ്മിയും അറിയിക്കുന്നു. അപ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കണ്ണനും മഹാലക്ഷ്മി. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ എത്രാമത്തെ തവണയായി മാർക്കോ? അന്ന് പായസത്തിൽ വിഷം കലർത്തി ഇയാളെ കൊലപ്പെടുത്താൻ നോക്കി, ഇപ്പോൾ ഇതാ ഇങ്ങനെയും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വിഷമിക്കുമ്പോൾ മഹാലക്ഷ്മിയും ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് ഇനിയെങ്കിലും കണ്ണേട്ടനെല്ലാം അറിയണം. കരുണയുടെ അച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ ജീവനെടുത്തത്. കണ്ണേട്ടനെ ഇത്രയും കാലം വീൽ ചെയറിൽ ആക്കാൻ കാരണവും പ്രതാപനാണ് എന്നുള്ള കാര്യം കണ്ണേട്ടൻ ഇനിയെങ്കിലും അറിയണം എന്നുള്ള ഒരു തീരുമാനം മഹി മനസ്സിലെടുക്കുന്നുണ്ട്. അങ്ങനെ മഹി എല്ലാ സത്യങ്ങളും കണ്ണനോട് തുറന്ന് പറയാൻ തുടങ്ങുകയാണ്. അതായത് കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം, വലിയൊരു രഹസ്യം ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം കണ്ണേട്ടന് മുന്നിൽ നിന്നത്. കണ്ണേട്ടൻ വീൽ ചെയറിലായതും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവൻ എടുക്കുന്നതും ആ ഒരു അപകടം അത് യാദൃശ്ചികമായിട്ട് ഉണ്ടായ ഒരു അപകടമല്ല. അന്ന് ടിപ്പറിൽ ഓടിച്ചിരുന്നത് കരുണയുടെ അച്ഛനാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം മഹാലക്ഷ്മി കണ്ണനോടും മാർക്കോയോടും തുറന്ന് പറയുന്നുണ്ട്. എന്തായാലും കണ്ണൻ ഇപ്പോൾ കാലുകൾക്ക് തളർച്ചയൊക്കെ മാറി നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് മഹാലക്ഷ്മി എല്ലാ സത്യങ്ങളും കണ്ണനോട് തുറന്ന് പറയാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെയെല്ലാം കണ്ണനോടായിട്ട് മഹാലക്ഷ്മി തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്